2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തുവന്ന മിക്ക പ്രവചനങ്ങളും യുഡിഎഫിന് ഭരണസാധ്യത കൽപ്പിക്കുമ്പോൾ അവയെ തീർത്തും അവിശ്വസനീയമെന്ന് വിശേഷിപ്പിക്കുകയാണ് ഇടതുമുന്നണി നേതൃത്വം. 2021 കണ്ടതുപോലെ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളം വീണ്ടും ചുവപ്പിനൊപ്പം നിൽക്കുമെന്നും ഭരണത്തുടർച്ച ഉറപ്പാണെന്നും CPM ആവർത്തിക്കുന്നു. പുറത്തുവന്ന സർവേകൾ യഥാർത്ഥ ജനവികാരത്തെ പ്രതിഫലിക്കുന്നതല്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന വാദം. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ എക്സിറ്റ് പോൾ ഫലങ്ങളെ നിശിതമായി വിമർശിച്ചു. പ്രവചനങ്ങൾ പലപ്പോഴും യഥാർത്ഥ ഫലത്തിന്റെ അടുത്തെങ്കിലും പലപ്പോഴും പൂർണ്ണമായും തെറ്റാറുണ്ട്. സംസ്ഥാനത്ത് സർക്കാരിനെതിരെ യാതൊരുവിധ ഭരണവിരുദ്ധ വികാരവും ഇല്ലെന്നും വികസന നേട്ടങ്ങൾ വോട്ടായി മാറിയിട്ടുണ്ടെന്നും ബേബി വ്യക്തമാക്കി. പ്രവചന ഫലങ്ങളിൽ UDFന് മുൻതൂക്കം നൽകുമ്പോഴും അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ആര് എന്ന ചോദ്യത്തിന് ഭൂരിഭാഗം പേരും പിണറായി വിജയന്റെ പേരാണ് നിർദ്ദേശിച്ചത്. ഈ ഘടകം വോട്ടെണ്ണൽ ദിനത്തിൽ തങ്ങളെ തുണയ്ക്കുമെന്ന് LDF ഉറച്ചു വിശ്വസിക്കുന്നു. എക്സിസ്റ്റ് അല്ല ഇൻ തന്നെയാണ് എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ ഇടത് ക്യാമ്പുകളിൽ മുഴങ്ങുന്നത്. പുറത്തുവന്ന സർവേകളിൽ പലതും നേരിയ ഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നത് എന്നതും ഇടത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. 60-ലേറെ സീറ്റുകളിൽ ഉറച്ച വിജയപ്രതീക്ഷ ഉണ്ടെന്നും അടുത്ത മത്സരം നടക്കുന്ന 30ഓളം മണ്ഡലങ്ങളിൽ പകുതിയിലെങ്കിലും ലഭിച്ചാൽ സുരക്ഷിതമായി അധികാരത്തിൽ തുടരാമെന്നുമാണ് നേതൃത്വത്തിന്റെ ആഭ്യന്തര കണക്കുകൂട്ടൽ. UDFന് ഭരണസാധ്യത കൽപ്പിക്കുന്ന പ്രവചന ഫലങ്ങളെ തള്ളിക്കൊണ്ട് CPM നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിലവിലില്ല എന്നതാണ്. തിരഞ്ഞെടുപ്പ് നടന്ന എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള താഴെത്തട്ടിലെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ജനങ്ങൾ സർക്കാരിനൊപ്പമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് CPM വിശ്വസിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമ പെൻഷനുകൾ, ലൈഫ് മിഷൻ തുടങ്ങിയ പദ്ധതികൾ വോട്ടായി മാറുമെന്നും അത് ഭരണത്തുടർച്ച ഉറപ്പാക്കുമെന്നും MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവകാശപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം വ്യക്തിപരമായ ആക്ഷേപങ്ങളും തരംതാണ ആരോപണങ്ങളും ഉന്നയിച്ചതായി CPM കുറ്റപ്പെടുത്തുന്നു. എന്നാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇത്തരം ആക്ഷേപങ്ങളെ മുഖവിലക്കെടുത്തിട്ടില്ലെന്നും ജനം വികസന രാഷ്ട്രീയത്തോടൊപ്പമാണെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. പ്രവചന പോളുകളിൽ സീറ്റ് നിലയിൽ UDFന് മുൻതൂക്കം നൽകുമ്പോഴും അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ആരെന്ന ചോദ്യത്തിന് ഭൂരിഭാഗം പേരും പിണറായി വിജയന്റെ പേരാണ് നിർദ്ദേശിച്ചത്. ജനങ്ങളുടെ ഈ വലിയ പിന്തുണ വോട്ടെടുപ്പിലും പ്രതിഫലിച്ചുണ്ടാകും. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമെന്ന വാദത്തിന് പ്രസക്തിയില്ലെന്നും ഇടതു നേതൃത്വത്തിന്റെ പക്ഷം സംബന്ധിച്ച വിലയിരുത്തൽ. ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് വലിയ തോതിൽ പോയി എന്ന നിഗമനം സംസ്ഥാന വ്യാപകമായ ഒരു തരംഗമല്ലെന്നാണ് CPM കരുതുന്നത്. ചില പ്രത്യേക മണ്ഡലങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ഭരണം മാറാൻ തക്ക രീതിയിലുള്ള ഒരു വികാരം സംസ്ഥാനത്തുടനീളം ഇല്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നു. പ്രവചന ഫലങ്ങൾ UDFന് ഭരണസാധ്യത കൽപ്പിക്കുമ്പോഴും CPM തങ്ങളുടെ ആഭ്യന്തര കണക്കെടുപ്പുകളിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ബൂത്ത് തലം മുതൽ മണ്ഡല കമ്മിറ്റികൾ വരെ നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം ഭരണ തുടർച്ച ഉറപ്പാക്കുന്ന മാന്ത്രിക സംഖ്യ ഇടതുമുന്നണി മറികടക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. CPM കണക്കുകൂട്ടൽ പ്രകാരം ഇടതുമുന്നണിക്ക് 60-ലേറെ സീറ്റുകളിൽ ഉറച്ച വിജയപ്രതീക്ഷയുണ്ട്. ഇതിൽ 56 സീറ്റ് MLA-മാർക്ക് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ പ്രകടനം മികച്ചതാണെന്ന് CPM നേതാക്കൾ വിശ്വസിക്കുന്നു. വികസന നേട്ടങ്ങളും സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും വോട്ടായി മാറിയേക്കാമെന്നും അത് ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ സഹായിച്ചേക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ 30ഓളം മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടമാണ് നടന്നതെന്ന് CPM സമ്മതിക്കുന്നു. ഈ മണ്ഡലത്തിൽ പകുതിയിലെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞാൽ ഭരണത്തുടർച്ച സുരക്ഷിതമാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. മിക്കവാറും മണ്ഡലങ്ങളിൽ വോട്ട് ശതമാനത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ലെങ്കിലും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എല്ലാ ഭാഗത്തും UDFന് ഗുണകരമായിട്ടില്ലെന്നും പാർട്ടി വിലയിരുത്തുന്നു. പ്രവചനങ്ങളിൽ പോലും അടുത്ത മുഖ്യമന്ത്രിയായി ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പിണറായി വിജയനെയാണെന്ന വസ്തുത ആഭ്യന്തര കണക്കെടുപ്പിലും പ്രാധാന്യത്തോടെ കാണുന്നു. ഈ വ്യക്തിപ്രഭാവം വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ LDFന് അനുകൂലമായ തരംഗം സൃഷ്ടിക്കുമെന്ന പാർട്ടിയുടെ നിഗമനം വോട്ടെണ്ണലിന് മുൻപേ UDFിൽ തുടങ്ങിയ മുഖ്യമന്ത്രി പദത്തിനായുള്ള തർക്കങ്ങളും KC വേണുഗോപാലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള നാടകീയ നീക്കങ്ങളും UDF ക്യാമ്പിലെ ആത്മവിശ്വാസമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നതെന്ന് CPM പരിഹസിക്കുന്നു. എക്സിസ്റ്റ് അല്ല ഇൻ തന്നെയാണെന്ന ഉറച്ച വിശ്വാസവുമായി വോട്ടെണ്ണൽ ദിനത്തിനായി കാത്തിരിക്കുകയാണ് ഇടതു നേതൃത്വം.